എല്ലാവർക്കും നമസ്കാരം. ഒരു കഥ കേൾക്കണോ? വായിക്കട്ടെ. കഥയുടെ പേര് ചിത്രശലഭം. സുന്ദരിയായ ഒരു ചിത്രശലഭമായിരുന്നു അവൾ. താഴ്വരകളിലൂടെ പൂവുകൾക്കിടയിലൂടെ പാറിപ്പറക്കുവാൻ വലിയ ഇഷ്ടമായിരുന്നു അവൾക്ക്. പൂക്കളൊക്കെ അവളെ ഒന്ന് തൊടുവാൻ, അവളുടെ ഒരു മൊത്തം കെട്ടുവാൻ ചാഞ്ചാടിയാടി അവളെ ആകർഷിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ആർക്കും പിടികൊടുക്കാതെ പൂകളെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ അവൾ പാറി പറന്ന് നടന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കുഞ്ഞു ചുണ്ടുകൾ വരണ്ടു തുടങ്ങി. ദാഹവും വിശപ്പും അവളെ ഒരുപോലെ വലച്ചു. മുന്നിൽ കണ്ട ഒരു ചെടിയിലേക്ക് അവൾ പറന്നടുത്തു. അപ്പോഴാണ് ശലഭം ആ കാഴ്ച കണ്ടത്. ചെടിയിലാകെ വാടിത്തളർന്ന ഒരേ ഒരു ആൺപൂവ് മാത്രം. അവൾ മന്ദം അതിനരികിലേക്ക് പറന്നു ചെന്നു. അവളുടെ ചിറകുകൾ സ്പർശിച്ചപ്പോൾ പൂവ് മെല്ലെ മുഖമുയർത്തി. വീണ്ടും തന്റെ ചിറകടിയാൽ ആ പൂവിനെ തൊട്ടുണർത്തി. പൂവ് സാവധാനം തലയുയർത്തി. അവൾ പൂവിലേക്ക് സ്നേഹത്തോടെ അമർന്നു. അവളുടെ ചുടുചുംബനത്താൽ പൂവിൽ തേൻകണം കിനിഞ്ഞു. അതും നുകർന്ന് അല്പനേരം ചിറക് വിരിച്ച് തണലേക്കി വീണ്ടും വരാമെന്ന് പറഞ്ഞ് ശലഭം പറന്നകന്നു. അടുത്ത പുലരിക്കായി കാത്ത് ചെടിയും. പിറ്റേന്നും ശലഭം പറന്നു വന്നു. എന്നും അവൾക്കായി ഓരോരോ ആൺപൂവുകൾ വിരിയുവാൻ തുടങ്ങി. അവരുടെ പ്രണയം കണ്ട് മറ്റു പെൺപൂക്കളും ചെടിയും സന്തോഷിച്ചു. ദിനങ്ങൾ വീണ്ടും കടന്നുപോയി. പൂവുകൾ വിടർന്നും കൊഴിഞ്ഞും കൊണ്ടേയിരുന്നു. അവളുടെ സ്നേഹത്താൽ ചെടിയിലെ പൂവുകൾക്ക് നിറവും സുഗന്ധവും ഏറി വന്നു. പക്ഷേ പൊടുന്നനെ ഒരു ദിവസം അവൾ വരാതെയായി. ചെടിക്ക് ആകെ വിഷമമായി. പിന്നീടത് ദിവസങ്ങളായി നീണ്ടു. ആ നേരം കൊണ്ട് പൂവുകളുടെ മനോഹാരിത കണ്ട് വേറെ എങ്ങു നിന്നൊക്കെയോ വർണ്ണ പൂമ്പാറ്റകൾ വന്നു ചേർന്നു. ചെടിക്കും പൂവുകൾക്കും സന്തോഷമായി. മെല്ലെ മെല്ലെ തന്നെ തഴുകി ഉണർത്തിയ ചിത്രശലഭത്തെ അവർ മറന്നു. അങ്ങനെയിരിക്കെ ഒരു ഓണക്കാലത്ത് അവൾ സാവധാനം പറന്നു വന്ന് ചെടിയുടെ അരികിലെത്തി. പൂവുകൾ നിറഞ്ഞു നിൽക്കുന്ന ചെടിയെ കണ്ട് അവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ചുറ്റും പല വർണ്ണത്തിലുള്ള ശലഭങ്ങൾ. അവ തുള്ളിക്കളിച്ചും തൊട്ടുരുമിയും കിന്നാരം ചൊല്ലിയും തേൻ നുകർന്നും പാറിപ്പറന്നു. അവൾ തന്റെ പാതി തളർന്ന ചിറകുമായി പൂവുകളുടെ അടുത്തെത്തി. അവളെ കണ്ട പൂവുകൾ ചെറിയൊരു അറപ്പോടെ അവയുടെ ദളങ്ങൾ ഓരോന്നോരോന്നായി കൂമ്പുവാൻ തുടങ്ങി. വാടിത്തളർന്ന അവളെ അവർ കണ്ടില്ല. അവളുടെ കണ്ണുനീരിൽ അവരുടെ മനസ്സ് അലിഞ്ഞില്ല. ഒരലിവ് പോലും കാട്ടാതെ ചെടി പറഞ്ഞു, ഇത്ര കഷ്ടപ്പെട്ടിട്ട് നീ വരേണ്ടിയിരുന്നില്ല. നിന്റെ തൊടിയിലേക്ക് തിരിച്ചു പൊക്കോളൂ. എനിക്കിവിടെ പരമസുഖാണ്. ആ വാക്കുകൾ അവൾക്ക് നെഞ്ചിലൊരു തീഗോളം വാരിയിട്ടതുപോലെയാണ് തോന്നിയത്. ചിറകടിച്ചുയരാൻ അവൾ ശ്രമിച്ചു. മാനസികമായും ശാരീരികമായും തളർന്ന ശലഭം പൂവിൽ നിന്ന് ഊർന്ന് താഴെ വീണു. അവളുടെ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. ഇതൊന്നും വകവയ്ക്കാതെ ചെടിയിൽ പൂവുകൾ വിടർന്നു നിന്നു. ദിവസങ്ങൾ കടന്നുപോയി. പുതിയ ചെടികൾ കിളിർത്തു വന്നു. അവയിൽ സുഗന്ധം പരത്തുന്ന തേനൂറുന്ന പൂവുകൾ വിരിഞ്ഞു വന്നു. വർണ്ണശലഭങ്ങൾ പതിയെ പഴയ ചെടിയിലെ പൂക്കളെ വിട്ട് പുതിയ പൂവുകളെ തേടിപ്പോയി. പോകെ പോകെ ചെടിയിൽ പൂവുകൾ കുറഞ്ഞു. പഴയതുപോലെ വാടിത്തളർന്ന ഒരു പൂവ് മാത്രമായി. അന്നേരം പഴയ കൂട്ടുകാരിയെക്കുറിച്ച് മനസ്സ് വെമ്പൽ കൊണ്ടു. അവൾ മറഞ്ഞ മണ്ണിലേക്ക് അവസാന പൂവും അടർന്നു വീണു. ഒരു ചെറിയ മെസ്സേജാണ് ഇതിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആപത്ത് കാലത്ത് താങ്ങും തണലുമായി നിന്നിരുന്നവരെ നമ്മൾ ഏത് നല്ല നിലയിലെത്തിയാലും എത്ര വലിയ നിലയിലായാലും കൈവിടാതിരിക്കുക. നമുക്കുണ്ടാവുന്ന അഭിവൃദ്ധിയും നേട്ടങ്ങളും എന്നും ശാശ്വതമാണെന്ന് ധരിക്കരുത്. നമ്മുടെ അഭിവൃദ്ധിയിലും സമ്പത്തിലും ആകൃഷ്ടരായി വരുന്നവർ നമുക്ക് എന്നത് നഷ്ടപ്പെടുന്നുവോ അന്ന് നമ്മളെ ഉപേക്ഷിച്ചു പോകും.
എല്ലാവർക്കും നന്മകൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.